എല്ലാ മനുഷ്യന്റെയും ഉള്ളിൽ കിടക്കുന്നൊരു ചോദ്യമാണ്, എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ല? മറുപടി ലേറ്റായാലും മറുപടി കാണാൻ കഴിയാതെ നിരാശപ്പെട്ടവർ ഇന്ന് വചനം കേൾക്കുന്നെങ്കിൽ നിങ്ങളുള്ള ദൈവത്തിന്റെ സന്ദേശമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കാൻ പോകുന്നത്. വിശുദ്ധ മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വചനം, ഭൂമിയിൽ വെച്ച് നിങ്ങൾ രണ്ടുപേർ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ ദൈവത്തിൽ നിന്ന് മറുപടി ലഭിക്കുവാൻ തമ്മിൽ ഐക്യത വേണമെന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആത്മീക സന്ദേശം. വേദപുസ്തക ചരിത്രത്തിനകത്ത് പ്രാർത്ഥിക്കുവാൻ രണ്ടുപേർ കൂടിയ ചരിത്രമുണ്ട്. ശുശ്രൂഷയ്ക്ക് രണ്ടുപേരെ ഈരണ്ടായി കർത്താവ് അയച്ച ചരിത്രമുണ്ട്. പ്രാർത്ഥിക്കാനും ശുശ്രൂഷിക്കാനും ഒക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നതിനേക്കാൾ ഏറെ നല്ലതാണ് രണ്ടുപേർ ഒന്നിച്ചു ചെയ്യുന്നത്. വേദപുസ്തകം വെളിപ്പെടുത്തുന്ന സന്ദേശം ശ്രദ്ധിക്കുക. സ്തോത്രം. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉടനെ മറുപടിയുണ്ട്. ഒരുമയോടെ കൈകോർത്ത് പ്രാർത്ഥിക്കുക. പൗലൂസും ശീലാസും കാരാഗ്രഹത്തിന്റെ അകത്തളങ്ങളിൽ കാലുകൾ ആമത്തിലിട്ട് കൈകൾക്ക് ചങ്ങലയിട്ട് വിടുതൽ തരികയില്ല എന്ന് പറഞ്ഞ് അവരെ ബന്ധിച്ചു വച്ചിരിക്കുമ്പോൾ അവർ ഒരുമയോടെ അർദ്ധരാത്രിയിൽ പ്രാർത്ഥിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങി. അവിടെ അവർ ഒരുമയുടെ ബിംബം നടന്ന അത്ഭുതം നോക്കിക്കേ. സ്തോത്രം. ഏത് ലെവലിൽ അവരുടെ കാലുകളെ ആമത്തിലിട്ട് പൂട്ടിയോ, പ്രാർത്ഥനയുടെ നടുവിൽ, ആരാധന നടുവിൽ ആ ചങ്ങലകൾ പൊട്ടി. അവരെ പൂട്ടിയിരുന്ന ആമങ്ങൾ പൊട്ടി. ചുരുക്കി പറയാൻ, കാരാഗ്രഹത്തിന്റെ വാതിലുകൾ തുറന്നു. അവരുടെ മാത്രമല്ല, പ്രാർത്ഥനയാൽ കൂടെ കിടന്ന സകലരുടെയും ചങ്ങലകൾ ഒരുപോലെ അഴിഞ്ഞു വീണു. ഒരുമയോടെ പ്രാർത്ഥന. ഭാര്യയും ഭർത്താവും അടങ്ങുന്ന ഒരു കുടുംബം, ഭാര്യയും ഭർത്താവും കൂടെ ഒന്ന് കൈകോർത്ത് പ്രാർത്ഥിച്ചാൽ അതിന്റെ ബലം വേറൊന്നാണ്. മക്കളോട് ചേർന്നാൽ അതിന്റെ ബലം അതിഭയങ്കരമായിരിക്കും. നമുക്ക് ഒന്നിച്ചു പറയാം, ഐക്യതയുണ്ടോ അവിടെയാണ് അനുഗ്രഹം. ദൈവം പറയുക, ഒരുമയോടെ നിൽക്ക്, ഐക്യതയോടെ നിൽക്ക്, ഒരു മനസ്സോടെ നിൽക്ക്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹം. 133 സങ്കീർത്തനം ശ്രദ്ധിച്ച്, സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ബ്രദർ, നിങ്ങളുടെ കുടുംബത്തിൽ ഒരുമയുണ്ടോ? നിങ്ങളുടെ സഭയിൽ ഒരുമയുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ ഒരുമയുണ്ടോ? ആരുടെ ജീവിതത്തിൽ ഒരുമയുണ്ടോ അവന് വേണ്ടി സ്വർഗത്തിലെ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ഇറങ്ങുമെന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ വെളിപ്പാട്. വിഘടിത ഹൃദയങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഒരുമപ്പെടാം, കർത്താവിനോട് ചേർന്നിരിക്കാം, ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരേ മനസ്സോടെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ടെന്ന് ബൈബിളിൽ ഞങ്ങളെ പഠിപ്പിക്കുന്നല്ലോ. ഒരേ മനസ്സോടെ പ്രാർത്ഥിക്കുവാൻ, ഭിന്നതകൾ വെടിയുവാൻ, ഐക്യതയോടെ പ്രാർത്ഥിക്കാൻ കൃപ ചെയ്യണം. നിന്റെ കുഞ്ഞുങ്ങൾക്ക് ഉടനെ മറുപടി കൊടുക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ കൂടാരങ്ങളിലെ ഭിന്നതകൾ വിട്ടുപോകട്ടെ, അനൈക്യതകൾ വിട്ടുപോകട്ടെ. ഒരുമയോടെ കൈകോർക്കാം, ഒന്നിച്ചു നിൽക്കാം. നിന്റെ പ്രയറിന് ഉടനെ മറുപടിയുണ്ട്. ഗോഡ് ബ്ലെസ് യു.